ഇപ്പം ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്ന ട്രെയിനിൻ്റെ സമയവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ കോഴിക്കോടോട്ട് വരുന്ന ട്രെയിനിൻ്റെ സമയം എന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ ട്രെയിനും ബസ്സുകളും എല്ലാം കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കോടോട്ടൊക്കെ സർവീസ് ഉണ്ട്. അപ്പോൾ ഇന്ന ട്രെയിനിൽ വരണം ഇന്ന ബസ്സിൽ വരണം എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴെന്തായാലും ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിൽ ബാക്കിൽ നിന്ന് അടിക്കുന്നു. സത്യത്തിൽ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നത് എനിക്ക് സിനിമാ തിയേറ്ററുകൾ ഭയങ്കര ഒരു ക്രൈസാണ് കേട്ടോ. ചിലർക്ക് ആനഭ്രാന്ത് കാണും, ചിലർക്ക് വണ്ടിഭ്രാന്ത് കാണും, പിന്നെ സിനിമ ഭ്രാന്ത് കാണും. ഭ്രാന്തല്ല ഭ്രാന്ത്, പറഞ്ഞു ശീലം ഭ്രാന്തെന്നാ. അങ്ങനെ ഓരോരോ ഭ്രാന്തുകൾ കാണും. അപ്പോഴെനിക്കുള്ളൊരു ഭ്രാന്തെന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്റർ ഭയങ്കര ഹരമാണ് കേട്ടോ. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെല്ലാം സ്പീക്കർ, ഹോം തിയേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസായിരുന്നു. അപ്പോഴങ്ങനത്തെ ഒരു ഹരമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. അങ്ങനെ ഇവിടെ കോഴിക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയൊരു തിയേറ്റർ ഉണ്ട് കേട്ടോ. കോഴിക്കോട് അപ്സര എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. എനിക്കിവിടുത്തെ സ്ക്രീൻ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല വളഞ്ഞ സ്ക്രീനാണ്, നല്ല കർവ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. അതേപോലത്തെ സ്ക്രീൻ ട്രിവാൻഡ്രം ഏരിയസ് പ്ലക്സിലൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര കർവ്ഡ് അല്ല. ട്രിവാൻഡ്രം ന്യൂ തിയേറ്ററിലും ഉണ്ട് അത്യാവശ്യം നല്ല കർവ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല പോലെ കർവ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ സിനിമയൊക്കെ കണ്ടതിന് ശേഷം സെക്കൻഡ് ഷോ ആയിരുന്നു കണ്ടത് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഷോ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സിനിമ കഴിയുമ്പോഴത്തേക്കും കർട്ടൻ താഴുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അത് പഴയ തിയേറ്ററുകളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതും പഴയ തിയേറ്ററാണ്, റിനോവേഷൻ ചെയ്തതാണ്. എങ്കിലും പഴയ തിയേറ്ററുകൾ റിനോവേഷൻ ചെയ്യുമ്പോഴും സെക്കൻഡ് ഷോ കഴിയുമ്പോഴത്തേക്കും കർട്ടൻ താഴുന്ന ആ ഒരു സംവിധാനമൊക്കെ എല്ലായിടത്തും ഒന്നും ഇപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കർട്ടൻ പൊങ്ങുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല കേട്ടോ. കാര്യം ഒരുപാട് ഈ കളർഫുള്ളായിട്ടുള്ള LED ബൾബുകളൊക്കെ ഇട്ട് ഒരു പഞ്ചായത്ത് ലുക്ക് കണക്ക് ഒരുമാതിരി എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളേ. അപ്പോഴങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് രാത്രി റൂമിൽ സ്റ്റേ ചെയ്ത് ഇവിടെ റൂം റെൻറ്റ് 500 രൂപയായിരുന്നു സിംഗിൾ റൂമിന് ചാർജ്. അങ്ങനെ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ അപ്സര തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നിപ്പോൾ എന്താ ചെറിയൊരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഫറൂഖ് കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച ബസ് വന്നു കേട്ടോ. എന്തായാലും നമുക്കേ എന്തെങ്കിലും കഴിക്കാം. ട്രിവാൻഡ്രത്തും ഉണ്ട് പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പാളയം അങ്ങോട്ടാണ്. ഇങ്ങനെ ഹോട്ടൽ നോക്കി നടന്നു വന്നപ്പോഴത്തേക്കുവേ ഇവിടെ ഒരു ബോർഡ് ഊൺ. നീ ഹോട്ടലിൻ്റെ പേര് ഊൺ എന്നാണോ എന്ന് അറിയാൻ വയ്യ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അപ്പവും വെജിറ്റബിൾ കറിയുമായിരുന്നു. അങ്ങനെ ഞാൻ ചായ ഓർഡർ ചെയ്തു. ചായ കൊണ്ടുവന്നത് അരിക്കാത്ത ചായ. ഞാനത് അവിടുത്തെ സപ്ലയറോട് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് ഇവിടെ പൊടിച്ചായയാണ് കിട്ടുന്നതെന്ന്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചായ അരിക്കാത്തൊരു അവസ്ഥയുണ്ടല്ലോ, തേയിലയെല്ലാം മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതാണ് ഇവിടുത്തെ ചായ എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ആയിരിക്കത്തില്ല, ഞാൻ കയറിയ ഹോട്ടലിൽ അങ്ങനെ ആയിരുന്നു രീതി. ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണെന്നേ. അങ്ങനെ എന്തായാലും നമുക്ക് ഇപ്പം നേരെ ഇവിടെ കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് SM സ്ട്രീറ്റ്, അങ്ങോട്ട് വെച്ച് നടക്കാം. ഇവിടെ നിന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും 1.5 കിലോമീറ്ററേ ഉള്ളൂ കാണിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ കോഴിക്കോട് നഗരത്തിൽ കൂടെ പയ്യെ നടന്ന് അങ്ങോട്ട് പോവാം. ഇവിടെയായിട്ട് പാളയം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പാളയം ബസ് സ്റ്റാൻഡ്. അതിന് നേരെ താഴെയായിട്ട് ഒരു ആപ്പിൾ കട. പാളയം ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറിയിരിക്കുവാണ്. ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറിയെന്നേ ഉള്ളൂ, ഉടനെ തന്നെ തിരിച്ചിറങ്ങാം. പാളയം എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലം, തിരുവനന്തപുരം ഈ ഒരു ഭാഗത്തുള്ളവർക്ക് തിരുവനന്തപുരത്തെ പാളയമായിരിക്കും പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരുന്നത്. എന്തായാലും എനിക്ക് തിരുവനന്തപുരത്തെ പാളയമാണ് ഓർമ്മയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ പാളയം എന്ന് പറഞ്ഞ് ബോർഡ് കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു ഇത് അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറിയതാണ്. എന്തായാലും പുറത്തോട്ടിറങ്ങാം. ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സുകൾ. ഈ ബസ് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതാണ്. ബസ്സുകളെല്ലാം നല്ല അടിപൊളി ബസ്സുകളാണ്. വടക്കോട്ട് വന്നു കഴിഞ്ഞാലേ സീറ്റും ഫെസിലിറ്റി എല്ലാം പക്കയായിരിക്കും. ടൂറിസ്റ്റ് ബസ് പോലെ ആ ഒരു രീതിയിലാണ് ഇവർ ബസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പുറത്തോട്ടിറങ്ങാം. അങ്ങനെ ആ പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. ഇതാ കണ്ടില്ലേ, അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് അറ്റം വരെയും ഉണ്ട്. നാരങ്ങകൾ, കപ്പയ്ക്ക, പിന്നെ വേറെന്തോ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ. ജ്യൂസ് കടയുടെ എല്ലാം ഫ്രണ്ടിൽ ഇതിന് വേറെന്തോ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. കപ്പയ്ക്കയല്ല, വേറെന്തോ ഒരു പേര്. എന്തായാലും ഇതുവഴി കൂടി ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക രസമുണ്ട്. പലതരം മാങ്ങകളൊക്കെ ഇരിപ്പുണ്ട്. ക്യാരറ്റിൻ്റെ കളർ നോക്കിയാൽ നല്ല തെറിച്ച് നിൽക്കുന്നത്. ക്യാരറ്റിൻ്റെ കളർ ചുവപ്പെന്ന്, നല്ല ഫ്രഷ് ക്യാരറ്റ്. എത്ര വില എങ്ങനെയാണ് ക്യാരറ്റ്? കിലോ 60 അല്ലേ? അങ്ങനെ പലതരം പച്ചക്കറിയുടെ കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതെവിടെയായിട്ട് നോക്കേ, പച്ച ഏത്തക്കയെല്ലാം വലിയ കൊട്ടക്കകത്താക്കി വെച്ചിരിക്കുവാണ്. ഇതിപ്പോൾ കിലോ എങ്ങനെയാണ് വില? കിലോ 30 രൂപ. ഓക്കെ. തക്കാളിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സെക്ഷൻ. ഇങ്ങനെ തക്കാളിക്ക്
വില കിലോ 35 രൂപ. അതാകണ്ടില്ല, ഇവിടെ വരി വരിയായിട്ട് തക്കാളി വെച്ചിട്ടുണ്ട്. 35 രൂപ തക്കാളി കിലോ വില. എല്ലാം നല്ല ഫിനിഷിങ്ങോടെ അടുക്കി വെച്ചിരിക്കുന്നതേ. ഓരോ പച്ചക്കറികളും നല്ല ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, അതിനകത്തോട്ടെല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ളൊരു സംവിധാനമില്ല. കാര്യം ഇരുട്ടാണ്, നമ്മുടെ ക്യാമറയിൽ ആ ഒരു വെട്ടം കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇപ്പം SM സ്ട്രീറ്റ് ലക്ഷ്യമിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വഴിയെല്ലാം നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്ക് എല്ലാം ഇട്ടിട്ട് ചപ്പ് ചവറുകളൊന്നുമില്ല, നല്ല നീറ്റായിട്ടുണ്ട് റോഡ്. എല്ലാം ഈ രണ്ട് സൈഡിലുള്ള കടക്കാർ വൃത്തിയാക്കുന്നതായിരിക്കാം. പിന്നെ വേറൊരു കാര്യം, മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുന്നത് കൊണ്ട് വലിയ വെയിലില്ല, പക്ഷേ ഒരു ചൂടുണ്ട്, ഒരു ഉഷ്ണമുണ്ട്. അതും കൂടെ ഒന്നില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. അങ്ങനെ നമ്മൾ നടന്നതായി ഇപ്പം SM സ്ട്രീറ്റിലോട്ട് കയറുന്നൊരു വഴിയിലോട്ട് എത്തിയിരിക്കുവാണ്. ഈ വഴി മാത്രമല്ല കേട്ടോ, പല പല വഴികളുണ്ട് SM സ്ട്രീറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, രാവിലെ 11 മുതൽ രാത്രി 9 വരെ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റിനകത്തോട്ട് കാലെടുത്ത് കുത്തിയിരിക്കുവാണ്. എന്താ ഇവിടെ ശങ്കരൻ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. ഇതാണ് കോഴിക്കോടൻ അലുവയുടെ ഔദ്യോഗികമായിട്ടുള്ള അലുവ എന്നാണ് പറയുന്നത്. ഇതല്ലേ മെയിൻ, ഇവിടെ അല്ലേ മെയിൻ. ഇവിടെ ശങ്കരൻ എന്ന വ്യക്തിയുടെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ടുണ്ട്. 125 വർഷം പാരമ്പര്യം. ഓ അതെ, ഇവിടെ പലതരം വെറൈറ്റി അലുവകളുണ്ട്, പലതരം കളർഫുൾ അലുവകൾ. ഇതൊക്കെ ഏതാ ഫ്ലേവർ? ഇപ്പം വീറ്റ്, ഗോതമ്പിൻ്റെ. അതെ, ഇതോ? ഇതെങ്ങനെയാണ് വില? എങ്ങനെയാണ് കിലോ? 300. ഈ കറുത്ത അലുവയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ ഈ ഉത്സവങ്ങളിലെല്ലാവേ ഇങ്ങനെ ഈ കളർഫുള്ളായിട്ടുള്ള അലുവകൾ വെച്ച് കണ്ടതുകൊണ്ട് പണ്ട് കോഴിക്കോട് വരുമ്പോഴത്തേക്കും ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ? അങ്ങനെ ഗോതമ്പ് അലുവ കൊള്ളായിരുന്നു. ബ്ലാക്കും വേണ്ട, ഞാൻ ഏതെങ്കിലും ഒന്ന് പറയാം. എള്ളൊന്നും വേണ്ട. ഈ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ചില്ലി ഒന്നും വേണ്ട. ഇതെന്താ അലുവ? അത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതെങ്ങനെയാ വില? കിലോ 350. ഇതിൻ്റെ പേരെന്താ? ഹണി ഡ്രൈ ഫ്രൂട്ട്സ്. ഓ, ഇത് മാതളം അല്ലേ? ഇപ്പൊ കഴിച്ചെന്തായിരുന്നു? ഹണി ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് ഹനാർ ഡ്രൈ ഫ്രൂട്ട്സ്. എല്ലാം കൂടെ വാരി എടുക്കണ്ട, ടേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആയി പോകുന്നു. വേണ്ടാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ? മിൽക്ക് ഡ്രൈ ഫ്രൂട്ട്സ്. അങ്ങനെ ഇപ്പം നമ്മൾ 1, 2, 3, 4 നാലാമത്തെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ്. കൊള്ളാം, എല്ലാം കൊള്ളാം. ഇതാ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഓരോ കടകളുടെയും ഫ്രണ്ടിൽ ആ കടകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സെയിൽസ്മാൻമാർ പുറത്തിറങ്ങി നിന്ന് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം അങ്ങനത്തെ പയ്യന്മാരാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്, പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത് ഈ ഒരു വഴി കൂടെ. സത്യത്തിൽ അത്രയും തിരക്കുള്ള ദിവസത്തിൽ വരുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുള്ള ദിവസത്തിൽ വരുന്നതായിരിക്കും. നമുക്ക് നടക്കാനെങ്കിലും പറ്റണ്ടേ? ഇവിടെ ഒരു സൈക്കിളിൽ തോർത്തും ബനിയനൊക്കെ ആയിട്ട് വരുന്നത് നോക്കേ. ഇതാ കണ്ടില്ലേ, ഇത് നമ്മൾ കന്യാകുമാരി പോയപ്പോഴത്തേക്കും അവിടെയും ഉണ്ടായിരുന്നു. 150 രൂപയാണ് അതിൻ്റെ വില. ബാർഗെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റേറ്റ് കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? കന്യാകുമാരിയിൽ അതിന് 100 രൂപയുള്ളായിരുന്നു വില. അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ നേരെ നടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഉള്ളിലോട്ട് ഓരോ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സത്യം പറയാമല്ലോ, നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴി കൂടെ ഇങ്ങനെ നടക്കാൻ. കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനൊരു രസമുണ്ട്. ഇതാ നോക്കി, ഇവിടെ എല്ലാം കംപ്ലീറ്റ് ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഈ ഒരു വഴി ചുരിദാറുകളും ടോപ്പുകളും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വരിയായിട്ടുണ്ട്. അങ്ങറ്റം വരെ പോയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇവിടം വരെയും ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ. ഇതൊക്കെ എത്രയാവും റേറ്റ്? 3900. 4000 രൂപയിൽ നിന്ന് 100 രൂപ കുറവ്. 4000 രൂപ തന്നു കഴിഞ്ഞാൽ 100 രൂപ തിരിച്ചു തരും. അങ്ങനെ വെറൈറ്റി ഡ്രസ്സുകളുണ്ട് രണ്ട് സൈഡിലുമായിട്ട്. ഇതൊക്കെ എത്രയാണ് വില? എങ്ങനെ വരുന്നത്? ഓ, 4000, 5000 അങ്ങനത്തെ വിലയൊക്കെ വരുന്ന ടൈപ്പ് ചുരിദാറുകളൊക്കെയാണ് ഉള്ളത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് പുറത്തോട്ടിറങ്ങാം. പുറത്തോട്ടെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളങ്ങനെ പലതരം തുണിക്കടകൾ കണ്ടിട്ടുണ്ടെങ്കിലും
തുണി എന്ന് പറഞ്ഞ പേരുള്ളൊരു കട കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? അങ്ങോട്ടാണ് ആ കട. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകമായിട്ട് തോന്നി. ഒരാൾ ചായ അടിക്കുന്നൊരു കാർട്ടൂൺ വരച്ചിരിക്കുന്നതൊക്കെ മാങ്ങ നല്ലതുപോലെ വരച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ മുകളിൽ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റും, വെയിലുള്ള സമയമാണെങ്കിലും. ഇപ്പോഴും മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുവാണ്, പക്ഷേ അല്ലാത്ത വെയിലുള്ള സമയങ്ങൾ കാണുമല്ലോ, അപ്പോഴും വലിയ വെയിലൊന്നും കൊള്ളാതെ ഇതേപോലത്തെ ഇതിൻ്റെ തണലിൽ ഇങ്ങനെ നടക്കാം. അങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു വഴി ഉള്ളിലോട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ടും ചെരുപ്പുകളാണ് ഉള്ളത്. 2 സൈഡിലും ചെരുപ്പ് കടകൾ. ചെരുപ്പെന്ന് വെച്ചാൽ ഷൂസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അഡിഡാസിൻ്റെ ലോഗോ ഒക്കെ ഉള്ള ഷൂസൊക്കെ ഉണ്ട്. 1899 ആണ് ഇതിൻ്റെ വില. അങ്ങനെ പല പല വിലയ്ക്കുള്ളതുണ്ട്. 2 സൈഡിലായിട്ടും ഷൂസ് കടകളൊക്കെയാണ്. ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്റർ ഉണ്ട്, രാധാ തിയേറ്റർ. തിയേറ്ററിൻ്റെ ബിൽഡിങ് നോക്കേ, ഒരു സിനിമാ തിയേറ്ററിൻ്റെ ബിൽഡിങ് പോലെ തോന്നുന്നില്ല കണ്ടിട്ട്. വലിയ ഏതോ ഒരു ഹോട്ടൽ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ബംഗ്ലാവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ സിനിമയ്ക്കൊന്നും കയറുന്നില്ല. വെയിലായി തുടങ്ങി കേട്ടോ. ഇനി നടക്കാൻ കുറച്ച് പാടുപെടും. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ശരിക്കുമുള്ള SM സ്ട്രീറ്റിലോട്ടുള്ള എൻട്രൻസ്. നമ്മളിതോ അതുവഴി കൂടി ഇങ്ങനെയാണ് വന്നത്. ഇപ്പോഴും നിൽക്കുന്നത് എൻട്രൻസിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോഴത്തെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തട്ടുകളിലുള്ള കച്ചവടങ്ങളൊക്കെയാണ്. 4 എണ്ണം 3 എണ്ണം 100 രൂപയോ? 4 എണ്ണം 100-ൻ്റെതും ഉണ്ട്, 3 എണ്ണം 100-ൻ്റെതും ഉണ്ട്. അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. എപ്പോഴും വേണേലും മഴ പെയ്യാം. മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ കോള് കൊള്ളുവാണ്. ഇവിടെ ആയിട്ട് കുടകളുടെ കച്ചവടം. കുടകൾ എങ്ങനെയാണ് വില? 220. 220-ൻ്റെ ഉണ്ട്, 200-ൻ്റെതും ഉണ്ട്. ബ്ലാക്കിന് 200 രൂപയും കളറിന് 220 രൂപയും. പുള്ളിയുണ്ട്. ഇങ്ങനത്തെ പുള്ളി ഡിസൈൻ ഉള്ളതുണ്ട്. ഇതൊക്കെ വില എങ്ങനെയാണ്? ഇത് 220. ഇത് 220. ഓക്കെ. അങ്ങനെ ഇപ്പം നടന്നതായി ഇപ്പം മെയിൻ എൻട്രൻസിൻ്റെ അടുത്തെത്തി. ഈ കാണുന്നതാണ് മിഠായി തെരുവിൻ്റെ മെയിൻ എൻട്രൻസ്. SK പൊറ്റക്കാടിൻ്റെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ട്. 1913 ജനനം, 1982 അന്തരിച്ചു. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിൻ്റെ പല പല വഴികളിലൂടെ നടന്നു വന്നിട്ട് ഇപ്പം റോഡിലോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ബേപ്പൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ട് ബസ് പോകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം. ഇങ്ങനെ കുറച്ച് നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും കോഴിക്കോട് ബീച്ച് ബേപ്പൂർ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചൊരു ബസ് വരുന്നുണ്ട്. ഈ വരുന്ന ബസ്, ഇതിൽ കയറി നമുക്ക് പോവാം. യെസ്, അങ്ങനെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ബേപ്പൂർ എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതാണ് ബേപ്പൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന ബസ്സായത്. കണ്ടില്ലേ, കൊണ്ടോട്ടി. ബേപ്പൂരിൻ്റെ മെയിൻ ഒരു സംഭവമാണല്ലോ ഉരു. അതിൻ്റെയൊക്കെ ഒരു ലോഗോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കേ പുറത്തോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയ ബേപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ബേപ്പൂർ ജങ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോ മാർക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് നേരെ ജങ്കാറിലും പോയി ആ ബീച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. മഴ പണി തന്നില്ലെങ്കിൽ ഈ 2 കാര്യവും ചെയ്യാം. ഒരു മഴയുടെ ഒരു കോളിങ്ങനെ കിടക്കുന്നുണ്ട്. ബേപ്പൂർ ഹാർബറും അങ്ങനത്തെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളുള്ളതുകൊണ്ട് മീൻ വലകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നൊരു കടയായത്. ഇങ്ങനെ ജങ്കാറിൻ്റെ അടുത്തോട്ട് നടന്നു പോയപ്പോഴത്തേക്കും ഇവിടെ ഒരു കടയിൽ നങ്കൂരം, വലിയ നങ്കൂരം നോക്കേ, നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ അനങ്ങുന്നില്ല. ഇവിടെ നങ്കൂരം ചെയ്തു കൊടുക്കുന്നതാണോ? ഇവിടെ പലതരം ജങ്കാറുകളുണ്ട്. ചെറിയ ജങ്കാറുണ്ട്, ജങ്കാറല്ലല്ലോ, നങ്കൂരം, ആങ്കർ എന്നും പറയും. ചെറിയ ടൈപ്പ് എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു ചെറുതെങ്കിലും നമുക്കൊന്ന് പൊക്കി നോക്കാം, പൊങ്ങുമെന്നറിയാമല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്. എത്ര കിലോ കാണും ഇത്? 15 കിലോ ഉണ്ട് ഇതിൻ്റെ വില. അല്ല, വെയിറ്റ് 15 കിലോ ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. ഇത് എത്ര വില വരുന്നത് ഒരെണ്ണം? കിലോ 110. കിലോ 110 രൂപ. ചൂട് ഇല്ല, ചെറുതായിട്ട് തൊട്ടപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി. ഇതിപ്പം വെൽഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിനകത്തോട്ട് കയറി കൈ തൊട്ട്. ഇതെത്ര കിലോയുടെ വലുത്? 110 കിലോ. ഇതൊക്കെ വലിയ ബോട്ടിനുള്ളതായിരിക്കും അല്ലേ? എന്തായാലും നങ്കൂരവും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ നടന്ന് ജങ്കാറിൻ്റെ അടുത്തെത്തി. എവിടെയൊക്കെ ആയിട്ട് ബോട്ടൊക്കെ കമിഴ്ത്തി വെച്ചിരിക്കുന്നതൊക്കെ ഫിഷിംഗ് ബോട്ടുകളല്ല, കക്ക പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ? കക്ക, കല്ലുമേക്കായ എല്ലാം ഉണ്ട്. എന്തായാലും ജങ്കാർ അക്കരയിലോട്ട് പോയിരിക്കുക.
ഇപ്പുറത്തോട്ടൊരെണ്ണം വരണം, എങ്കിലേ നമുക്ക് അതിൽ കയറി അക്കരയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജങ്കാറിൻ്റെ ടിക്കറ്റ് റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:20 വരെ. അങ്ങനെ നമ്മൾ ജങ്കാറിന് വേണ്ടിയിട്ടുള്ള 5 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബേപ്പൂർ ചാലിയം ജങ്കാറായത്. അപ്പുറത്തെ സൈഡ് ചാലിയം. ബൈക്കിന് 15 രൂപയും കാറിന് വലിപ്പം അനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു സ്വിഫ്റ്റ് കാറിന് 60 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പോഴതനുസരിച്ച് കണക്കാക്കിയാൽ മതി. ഇത് അവിടെയായിട്ട് ഫിഷിംഗ് ബോട്ടുകളെല്ലാം കടലിലോട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് അക്കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ജങ്കാർ ഇക്കരയിലോട്ട് വരുവാണ്. കുറച്ചധികം ബൈക്കുകളും കാറുകളും എല്ലാം ഉണ്ട് അതിനകത്ത്. നൈസായിട്ട് കുലുങ്ങി വരുന്നത് കാണാനൊരു പ്രത്യേക രസമുണ്ട്. ഇത്രയും വണ്ടികൾ അതിനകത്ത് നിൽക്കുമല്ലേ. കാറും ഓട്ടോയും ബൈക്കും സ്കൂട്ടറും എല്ലാം ഉണ്ടായിരുന്നു. അശോക് ലൈലൻഡിൻ്റെ ദോസ്തും ഉണ്ട്. അങ്ങനെ വണ്ടികളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. കൊള്ളാമല്ലോ, അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ. ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത് കൊള്ളാം, ഓരോരോ ഓവൽ ഷേപ്പിലെ, അത് കൊള്ളാം. ഇവിടെ എല്ലാം സേഫ്റ്റി ജാക്കറ്റെല്ലാം ഉണ്ട്. എല്ലാം പുതിയ പീസുകളാണ്. തുണിക്കടയിൽ പറയുന്നതാണ് കാലേ പറയുന്നത് എല്ലാം പുതിയ പീസാണെന്ന്. അങ്ങനെ ഓരോരോ വണ്ടികളായിട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. റിവേഴ്സാണ് വരുന്നത് അകത്തോട്ട് കയറ്റുന്നതേ. കാര്യം അപ്പുറത്തെ കരയിൽ ചെല്ലുമ്പോഴത്തേക്കും നേരെ ഓടിച്ചങ്ങിറങ്ങിയാൽ മതി. അതിന് വേണ്ടിയിട്ട് റിവേഴ്സാണ് കയറുന്നത്. എന്തായാലും ജങ്കാർ ഇങ്ങനെ അലയടിക്കുന്നത് കാണാനൊരു പ്രത്യേക രസമുണ്ട്. അങ്ങനെ നമ്മുടെ ജങ്കാർ ബേപ്പൂർ ജട്ടിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ജങ്കാർ ബേപ്പൂർ ജങ്കാർ സൈഡിൽ നിന്നും ഇപ്പം ചാലിയം എന്ന സ്ഥലത്തോട്ട് വന്നിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ചാലിയത്തോട്ട് കാലെടുത്ത് കുത്തി. മഴ പെയ്തു തുടങ്ങി. മഴ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ് എല്ലാം ഉണ്ട്. വലിയ വലിയ പീസാണ് മാങ്ങയുടെ. നോക്കേ, മുട്ടൻ പീസുകളാണ്. ഇതെങ്ങനെയാണ് മാങ്ങയുടെ പീസ്? ഒരു പീസിൻ്റെ വില 10 രൂപ. ഈ ഒറ്റ മാങ്ങയാണെങ്കിലോ 10 15 ഉണ്ട്. അങ്ങനെ എന്തായാലും ഈ ഒരു വഴി കൂടെ നടക്കാൻ കൊള്ളാം. കുറച്ചധികം ഫിഷിംഗ് ബോട്ടുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നതെല്ലാം കാണാം. അഴിമുഖമാണിത്. കടലും ഈ ഒരു പുഴയും കൂടെ ചേരുന്നൊരു സ്ഥലമാണ് ആ ഒരു ഭാഗം. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കേ ഈ ഒരു അഴിമുഖം എല്ലാം കാണാനൊരു പ്രത്യേക രസമുണ്ട്. നമുക്ക് എന്തായാലും ഈ ജങ്കാറിൽ കയറിയിട്ട് അക്കരയിലോട്ട് പോയിട്ടേ ആ ഒരു ഭാഗത്തോട്ട് പോവാം. ബേപ്പൂർ ബീച്ചിൻ്റെ പരിസരത്തോട്ട് പോവാം. ഞാൻ ഈ ഒരു ജങ്കാറിൽ കയറണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ. നമുക്ക് തിരിച്ച് ജങ്കാർ കയറി അപ്പുറത്തോട്ട് തന്നെ പോവാം. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറിയിട്ട് ചാലിയം ഭാഗത്തോട്ട് പോയിട്ട് വന്നു. അവിടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാത്ത കാര്യമെന്ന് വെച്ചാൽ ഇപ്പം മഴ ആയതുകൊണ്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലൊക്കെ കയറുമ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ മെനക്കേടാ. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറിയിട്ട് തിരിച്ചിപ്പുറത്ത് വന്നു. ബേപ്പൂർ ഭാഗത്ത് വന്നിട്ട് ഇപ്പം ബേപ്പൂർ ബീച്ചിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ആടും ആട്ടിൻകുട്ടിയും അങ്ങനെ നടന്നതാ ഇപ്പം ബേപ്പൂർ ബീച്ചിൻ്റെ ആർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. ടൂറിസ്റ്റ് ബോട്ടുകളെല്ലാം കിടപ്പുണ്ട്. അതിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വുഡൻ ബ്രിഡ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാ റേറ്റ് എങ്ങനെയാ? ലോക്കൽ ട്രിപ്പിന് ഒരാൾക്ക് 100. എത്ര പേര് വരണം പോകണമെങ്കിൽ? 10 പേരാണെങ്കിൽ പോവും. 10 പേരെങ്കിലും വേണം അല്ലേ മിനിമം? ഇതിലെ റേറ്റ് അറിയാവോ? അത് തന്നെ അല്ലേ? ഇത് ലോക്കൽ ട്രിപ്പിന് 100 രൂപയാണ്. 10 പേരെങ്കിലും വേണം. ലോക്കൽ ട്രിപ്പ് അരമണിക്കൂറുള്ളൂ. അത് ഒരാൾക്ക് 100 രൂപ ഉള്ളത്. 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറത്തേക്ക് 3500. എത്ര പേർക്ക് വരാം? അത്രയും പേർക്ക് വരാം അല്ലേ? ഇതാണ് ബോട്ടിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെ സ്പീഡ് ബോട്ടും ഉണ്ട്. ഇതിൽ 10 പേർക്ക് പോകാം. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. അങ്ങനെ പലതരം ബോട്ടുകളുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് ബീച്ച് വരെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. പേരെങ്ങനെയായിരുന്നു? അമീർ. ഓക്കെ. ഞാനിങ്ങനെ ബീച്ചിലോട്ടുള്ള റോഡിലോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ആടുകൾ മഴ പെയ്യുന്നതിന് മുമ്പേ കയറി സ്ഥലം പിടിച്ചിരിക്കുവാണ്. ഈ അടഞ്ഞു കിടക്കുന്ന കടയുടെ ഫ്രണ്ടിലായിട്ട്. ഇപ്പോഴിതാ മഴയുടെ ഒരു കോള് നല്ലപോലെ നിൽക്കുക. എപ്പോഴും വേണേലും പെയ്യാം. മൃഗങ്ങൾക്കെല്ലാം മുൻകൂട്ടി സൂചന കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. മഴയുടെയും കാലാവസ്ഥയുടെയും എല്ലാവേ. അതുകൊണ്ട് മുൻകൂട്ടി ആ ഒരു കടയുടെ മറവിൽ കയറി നിൽക്കുവാണ്. അങ്ങനെ ഞാൻ നടന്നിപ്പോൾ എന്താ ബീച്ചിൻ്റെ പരിസരത്തോട്ട് വന്നിരിക്കുവാണ്. നല്ലൊരു മഴ പെയ്തായിരുന്നു. ആ ആട് നിന്ന കടയിൽ ഞാൻ കയറി നിൽക്കുകയും ചെയ്തായിരുന്നു. ഇപ്പോഴും മഴ തോർന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാ. എല്ലാ കടകളും അടഞ്ഞു കിടക്കുവാണ്. അത്യാവശ്യം ചില കടകൾ മാത്രമേ ഉള്ളൂ. ഇത് അവിടെയായിട്ട് കടലിലോട്ട് കല്ല് നീളത്തിലിട്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴും മഴ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ദാ ഇപ്പം റെയിൻകോട്ടൊക്കെ വലിച്ചു കയറ്റി ഇങ്ങനെ നിൽക്കുവാണ്.
ഈ ഒരു പരുവത്തിൽ നിൽക്കുക. വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ പിള്ളേരൊക്കെ നിന്ന് കാലൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുക. കടൽ ഒരുമാതിരി ചെളിവെള്ളം പോലെ കിടക്കുക. ആ ഒരു ബ്ലൂ കളറില്ല. മഴയും അങ്ങനത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് ഒരുമാതിരത്തെ ഒരു അവസ്ഥയിൽ കിടക്കുവാണ്. മഴ ആയതുകൊണ്ട് ബീച്ചിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു വന്നു. ഇപ്പോഴും സമയം ഉച്ചയ്ക്ക് 2:45 ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോഴെന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ എന്താ, ഈ കാണുന്ന ബിൽഡിങ്ങിന് പുറകിലായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കോഴിക്കോടോട്ട് പോവാം. ഇനി ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കോഴിക്കോടോട്ട് പോവാം. എന്നിട്ട് റൂമിൽ പോയിട്ട് ആലോചിക്കാം ഇനി എന്തോ ചെയ്യണമെന്ന്. ഇതാ ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. അത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോവോ? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോകുമെന്നാണ് പറയുന്നത്. അതിനടുത്തായിട്ടാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് കയറാം.